കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം, കൂടെയുണ്ട്, ചാരയുണ്ട് നാഥൻ, കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതിരിക്കുമോ നിൻ കണ്ണുനീർ, കേൾക്കാതിരിക്കുമോ നിൻ യാചന, കൂടെയുണ്ട്, ചാരയുണ്ട് നാഥൻ, കൂടെയുണ്ട്, ചാരയുണ്ട്. The Lord is my rock, my fortress, and my deliverer. My God is my rock, in whom I take refuge, my shield and the horn of my salvation, my stronghold. Psalm 18, verses 2. We begin with the sign of the cross, in the name of the Father, and of the Son, and of the Holy Spirit. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മയോട്ട് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളില് നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിലെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തമറിയുമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഒരു മിനിറ്റ് തലകൾ വണക്കി നമുക്ക് ധ്യാനിക്കാം. യേശു എന്ന ഏകനായ ഞങ്ങളുടെ കർത്താവും ദൈവവും യഹോവയായുള്ളവേ, നിന്റെ വിശുദ്ധ നാമത്തില്, നിന്റെ നാമത്തിൽ നടത്തപ്പെടുന്നതായ നിന്റെ സുവിശേഷ മേഖലയാകുന്ന വിശുദ്ധ മറിയം വീടും അതിനോട് അനുവൃത്തമുള്ളതായ ഈ എളിയവരിൽ ചെറിയവരിൽ ചെയ്യുന്ന നിന്റെ സ്നേഹ ശുശ്രൂഷ, അതിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ ടൈം 9:30 പല സ്ഥലങ്ങളിലിരിക്കുന്ന ഞങ്ങൾ തിരുസന്നിധിയിൽ കൂടി വരുന്ന ദിവസമാണ്. അപ്രകാരം അനുവദിച്ച നിന്റെ കൃപയ്ക്കായി നിനക്ക് സ്തുതി നാഥ. എല്ലാം സംഭവിക്കുന്നത് നിന്നിൽ മാത്രമാണ് നാഥ. നീ വഴിയും സത്യവും ജീവനുമാകുന്നു. ആയതുകൊണ്ട് നീ വരുന്ന നിന്റെ രണ്ടാമത്തെ വരവ് വരെ നിന്റെ വചനം അന്വർത്ഥമാകുവാൻ, നിന്റെ സുവിശേഷ മേഖലകളിൽ നിന്നെ അറിയിക്കുവാൻ ഈ പ്രവർത്തനം ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇതിന് സഹായിച്ചുകൊണ്ടിരിക്കുന്നവര് ഒരു തുള്ളി വെള്ളം തന്ന് അനുഗ്രഹിച്ച എല്ലാവരെയും നീ അനുഗ്രഹിക്കണം. പ്രാർത്ഥനയ്ക്കായി അപേക്ഷകൾ എന്ന മക്കൾക്കെല്ലാം സർവശക്തനായ ദൈവമേ, നിന്റെ നാമത്തിൽ നിന്നോട് പ്രാർത്ഥിക്കുന്നതിനെല്ലാം നീ ഉത്തരമരുളെന്ന ദൈവം തമ്പുരാന്റെ കരങ്ങളില് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളും തെറ്റുകളും കർത്താവെ പോരായ്മകളും നീ മറന്ന് നിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധിയിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. Psalms 121. I look to the mountains, where will my help come from? My help will come from the Lord who made heaven and earth. He will not let you fall. Your protector is always awake. The protector of Israel never dozes or sleeps. The Lord will guard you. He is by your side to protect you. The sun will not hurt you during the day, nor the moon during the night. The Lord will protect you from all danger. He will keep you safe. He will protect you as you come and go, now and forever. Amen. This is the word of the God. Thanks be to the Lord. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ
വാതിൽ തുറക്കണമേ, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനെ, നീക്കം വരാത്ത നിൻ വാഗ്ദത്തമിൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമിൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പാപവും രോഗവും അകറ്റിടുമാ രുതിരത്തിൻ അത്ഭുത ശക്തിയെന്ന് അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ. അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന, കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ദൈവത്തിൻ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Psalms 91. അത്യുന്നത മുകളിൽ വസിക്കുകയും സർവശക്തനങ്ങളിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൽ നിന്ന് ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ചുറ്റു സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്തെ 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വല്ല പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ എന്റെ വാസലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്നെ കൂടാരത്തിന് അടുക്കുകയില്ല. നീ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കുന്നു. നിന്റെ കാലിൽ കല്ലിൽ തട്ടിപ്പാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കയ്യിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൽ മേലും അണയിൽ മേൽ നീ ചവിട്ടും. ഭാരസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവൻ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. Heavenly Father, we come before you today with hearts full of gratitude, lifting up the Marian Charitable Trust to you. We thank you, Lord, for the immense work of love and compassion that this trust embodies. The care for the aged, homeless, providing comfort and palliative care for those in need, and offering nourishment to the hungry through the community kitchen. We are grateful for the free ambulance service, the commitment to those in that region, and the dedication to providing a roof for the roofless. Lord, we ask for your abundant blessings upon the Marian Charitable Trust. Bless the hands and hearts of all those who serve, those who offer their time, resources, and skills for the sake of others. May you grant them strength, endurance,
and joy in their service. We pray that you will continue to provide for all the needs of this trust. Pour out your favor upon them so that they may never lack the resources to fulfill the missions they have undertaken. Let their work be a beacon of your love, shining in the lives of the vulnerable, the sick, and the homeless. May those who come to them for help find not just food, shelter, and care, but also the warmth of your presence and the hope of your eternal love. Lord, bless those who receive the care and support of the Marian Charitable Trust. Comfort the elderly, bring peace to the sick, and provide hope to those without a home. May your healing hand rest upon all those in need, giving them strength and renewal. We ask that you multiply the fruits of this ministry and draw more hearts to support and sustain it. May the Marian Charitable Trust continue to thrive as a testimony of your compassion, mercy, and goodness. In Jesus' name we pray. Amen. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 15 വരെ വാക്യങ്ങൾ. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. യഹൂദ്യ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് ആബിയാക്കൂരിൽ സെക്കരിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രന്മാരിൽ ഒരുത്തി ആയിരുന്നു. അവൾക്ക് എലിസബത്ത് എന്നു പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ലാനും ഇരുവരും വയസ്സ് ചെന്നവരും ആയിരുന്നു. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവനെ നടക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹം ഒക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സെക്കരിയാവ് അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മോനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന പേർ ഇടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാവും. അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. St. Lucas chapter 1 verses 16 to 25. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവിനോടും ശക്തിയോടും കൂടെ നടക്കും. സെക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്നതിനാൽ അറിയും? ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സു ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായ കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്നുത്തരം പറഞ്ഞു. ജനം സെക്കരിയാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. അവൻ പുറത്തു വന്നവരെ അവനോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ കണ്ടു എന്ന് അവർ പറഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു. അവന്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. 6 നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ദ നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാരക്കുമോർ. ഏക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട അച്ഛ, കർത്താവിന്റെ പരിശുദ്ധ ജനമേ, സഹോദരങ്ങളും സഹോദരികളുമായ സഹോദരന്മാരും സഹോദരിമാരുമായ കർത്താവിന്റെ വിശുദ്ധ ജനമേ, വിശുദ്ധനെന്ന് ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ അതിൽ തെറ്റിദ്ധരിക്കട്ട. കാരണം നമ്മൾ
ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിശുദ്ധർ തന്നെയാണ്. നമ്മളുടെ സഭയിൽ അങ്ങനെ ഒരു പ്രത്യേക പ്രോസസ് ഇല്ല. പരിശുദ്ധൻ എന്ന് അന്ന് നമ്മളെ കാത്തലിക് സഭയിലുള്ളതുപോലെ ഒരു പ്രോസസ് ഇല്ല. നമുക്ക് പൗലോസ്ലീഹ എഴുതിയതുപോലെ തന്നെ എല്ലാവരും ദൈവത്തിലെ വിശ്വസിച്ച് ദൈവത്തിനെ ഫോളോ ചെയ്യുന്നവരെല്ലാവരും തന്നെ പരിശുദ്ധരായിട്ടാണ് കാണുന്നത്. ഞാൻ അർഹനല്ലെങ്കിലും എനിക്ക് ഈ വാക്കുകൾ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിൽ കൂടി ദൈവത്തിന്റെ മെസ്സേജ് നിങ്ങൾക്ക് തരാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ഇന്നത്തെ ഭാഗത്ത് we see there are 4 main messages that we can gain from this section. So the first one is, as you have heard there, that Zechariah was righteous before God. നീതിമാനായിരുന്നു അദ്ദേഹത്തിന് എലിസബത്തും. They walked blameless in the ways of God. അവർ തെറ്റുകളൊന്നും ചെയ്യാതെ നടക്കുന്ന സമയത്താണ് ദൈവം അവർക്ക് സമയമായപ്പോൾ ഈ ഒരു മെസ്സേജ് കൊടുക്കുന്നത്. The angel assured him that his prayer was heard. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നെന്ന് ഏഞ്ചൽ അദ്ദേഹത്തോട് പറയുകയും ചെയ്യുന്നു. ഈ പ്രായത്തിലും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് പറ്റിയത് അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ പറ്റുന്നതിന് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിട്ടാണല്ലോ. പക്ഷെ എങ്കിലും പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടിയപ്പോൾ അദ്ദേഹം ഒന്ന് ഞെട്ടി. ഇത് ശരിക്കും നടക്കുമോ? He was praying for a child, but he was not confident of getting it. He was just expressing his desire, perhaps. He was not trusting God that much. So that is why he asked for a sign. And when Gabriel tells him that you won't be able to speak, perhaps he was not able to hear as well, because after that we see that people were gesturing towards him. So maybe he was not able to hear, but we're not sure about that. But that was a sign to him that he was not able to speak. That was the sign to him that this is going to happen. That was not a big punishment for him. In fact, that was so that he asked for the sign and the angel gave it to him. And that is where we have to check ourselves. When we pray for something, do we trust for that? Do we trust that God will give us that? Sometimes I don't. Or I would say mostly I don't. In my heart, I want that faith. But when I ask for somebody to be cured, there is a doubt in my mind. And I am wrong in that. And we need to trust in God. Why does God tell us to believe in him? ഏറ്റവും കൂടുതൽ ദൈവം പറയുന്നത് വിശ്വസിക്കൂ എന്നാണ്. നമ്മൾക്കുള്ളതെല്ലാം ലൈക്ക് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആ ദൈവത്തിലെ കറക്റ്റ് വിശ്വാസം നമുക്കില്ലെങ്കിൽ നമ്മൾ ഓഷ്യനിൽ പോകുന്ന വേവ്സിന്റെ കൂട്ടായിരിക്കും. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കൊണ്ടേയിരിക്കും, നമുക്കൊന്നും കിട്ടത്തില്ല എന്നാണ് സെയിന്റ് ജെയിംസ് പറയുന്നത്. സോ എന്തിനാണ് ദൈവം വിശ്വാസത്തിന് ഇത്ര തീവ്രത കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളുടെ വിശ്വാസങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നോർത്ത് ഇന്ത്യയില് ഹരിയാനയിലൊക്കെ people believe that if a girl child is born, it's not good for the family. That is their belief. Now what happens when they believe this? They say this, they think about this, and then they act on this. ഒരു വിശ്വാസത്തിന്റെ എഫക്റ്റ് കാണാൻ maybe 50 to 70 years എടുക്കും. But ഇപ്പോൾ അത്രയും വർഷങ്ങളായിട്ടുണ്ട്. We can see what is happening there. അവരെന്ത് ചെയ്തു? ഈ വിശ്വാസം ഉള്ളത് കൊണ്ട് അവരെപ്പോഴും ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ, ഇപ്പൊ കുഞ്ഞ് ആണാണോ പെണ്ണാണോ, അങ്ങനെ ചിന്തിച്ച് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ അവർ ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യിപ്പിക്കും. അൾട്രാസൗണ്ട് ചെക്ക് ചെയ്ത് പെൺകുട്ടിയാണെങ്കിൽ അവര് അബോർഷൻ ചെയ്യുക, കുഞ്ഞിനെ കൊന്നുകളയും. അങ്ങനെ കൊന്നുകളഞ്ഞ് അവരുടെ ചിന്തയും അവരുടെ വാക്കുകളും അവരുടെ പ്രവൃത്തികളും കൊലയിലേക്ക് നയിച്ച് ഇപ്പൊ അവിടെ നടക്കുന്നത് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാനില്ല. അവർ മറ്റുള്ള നാടുകളിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പോലും പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് കാശ് കൊടുത്ത് കൊണ്ടുപോകും. ഒരു വീട്ടിൽ 3-4 പേര് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയിട്ടായിരിക്കും അവർ കാശില്ലെങ്കിൽ 4 പേരും കൂടെ വൈഫായിട്ട് വെക്കുന്നത്.
ആ നമ്മളുടെ വിശ്വാസം, ഇപ്പം വെജിറ്റേറിയൻ ഫുഡാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ആളിന്റെ ചിന്തയും പ്രവൃത്തികളും വാക്കുകളും അതിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ കംപ്ലീറ്റ്ലി ഗവൺ ചെയ്യുന്നത് നമ്മുടെ വിശ്വാസങ്ങളാണ്. ഒരു സംശയമില്ല. എന്തൊരു കാര്യം ചെയ്താലും, നിങ്ങൾ ഇപ്പൊ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, ഞാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, നമ്മുടെ വിശ്വാസം കാരണമാണ്. നമ്മൾ എവിടെയൊക്കെ എത്രയോ പേരുണ്ട് ഇതിലൊന്നും നിൽക്കാത്തവര്, അവർക്ക് ഈ വിശ്വാസമില്ല കർത്താവില്. അതുകൊണ്ടാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് വിശ്വസിക്കണം, നമ്മൾ വിശ്വസിക്കണം എന്ന്. കാരണം നമ്മൾ നല്ല വഴിയെ മുന്നോട്ട് പോയി ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് സന്തോഷമുള്ള നിത്യജീവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു വിശ്വാസം ഉണ്ടായേ തീരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിശ്വസിക്കണമെന്ന് ദൈവം പറയുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ യേശു ക്രിസ്തു ദൈവമാണെന്നും ദൈവം നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചുവെന്നും നമ്മളെ ദൈവം സ്നേഹിക്കുന്നുവെന്നും ഈ വിശ്വാസം നമ്മളെ ഭരിക്കണം. ദൈവത്തിന്റെ സുവിശേഷം നമ്മൾ ഷെയർ ചെയ്യണമെന്നും അന്യോന്യം പ്രാർത്ഥിക്കണമെന്നും സഭയോട് ചേർന്ന് നിന്ന് പരസ്പരം സഹായിക്കണമെന്നും നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നന്മ പ്രവൃത്തികളിൽ വ്യാപൃതരാകണമെന്നും പൂർണ്ണമായി വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് സ്വർഗരാജ്യം ഇവിടെ തന്നെ തുടങ്ങും. നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നില്ല, ഇവിടെ തന്നെ നമ്മുടെ സ്വർഗരാജ്യം തുടങ്ങും. ഇതായിരുന്നു നമുക്ക് ഏറ്റവും ഈ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ള ഏറ്റവും വലിയൊരു പാഠം. പൂർണ്ണമായിട്ട് നമ്മൾ ദൈവത്തെ വിശ്വസിക്കണം. ആ വിശ്വാസത്തിനെ നമ്മളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും സ്വാധീനിക്കാനായിട്ട് വിട്ടുകൊടുക്കണം. മനസ്സിൽ ഹിപ്പോക്രിറ്റ് ആയിട്ട് നമ്മൾ ഇരിക്കരുത്. ചിന്തിക്കുന്ന ഒന്ന്, പ്രവർത്തിക്കുന്നത് വേറെ ഒന്ന്. അതിനെയാണ് ഹിപ്പോക്രിറ്റ്സ് എന്ന് പറയുക. അപ്പോൾ വാട്ട് വി ബിലീവ് വി ഷുഡ് ബി ഏബിൾ ടു ഫോളോ ദാറ്റ് in our thoughts, words, and actions. So let us bow our head and pray to God. Dear Lord, we are surrounded by enemies, the forces of darkness. Through education, through media, through laws, through the worldly powers, people are putting different kinds of thoughts in our minds. They are forcing us to doubt you. They are forcing us to engage in selfish acts. സ്വാർത്ഥതയിലും സ്വന്തം ജീവിതത്തിലെ താല്പര്യങ്ങൾക്ക് മാത്രം ജീവിക്കാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, ഞങ്ങളെ ഭയപ്പെടുത്തുന്നു. നിങ്ങൾ കാശുണ്ടാക്കിയില്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും ആവില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് 13, 14 മണിക്കൂർ ജോലി ചെയ്യാനും സ്നേഹിക്കാതിരിക്കാനും ഞങ്ങൾ നിർബന്ധിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. നീ ആഗ്രഹിക്കുന്നത് പോലെ കുഞ്ഞുങ്ങളെ വളർത്താനും, കുഞ്ഞുങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ നീസിനെയും ഞങ്ങളുടെ നെഫ്യൂസിനെയും ഞങ്ങളുടെ അയൽവക്കത്തെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ബന്ധുക്കളുടെ കുഞ്ഞുങ്ങളെയും വളർത്താനും അവരെ സഹായിക്കാനും ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്നില്ല. ഈ പേടിയിലും സ്വാർത്ഥതയിലും അത്യാഗ്രഹത്തിലും പെട്ട് ഞങ്ങള് സാത്താന്റെ ഇടയിൽ പെട്ടുപോകുന്നു. നാഥ, അങ്ങനെയുള്ള വിശ്വാസം ഞങ്ങളിൽ കുറഞ്ഞു പോകുന്നു. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനോട് ഇടപെടണമേ. അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കിട്ടുമെന്നും ഒന്നും പേടിക്കാനുള്ളതും അങ്ങിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് സ്വർഗരാജ്യം ഇവിടെ തന്നെ ആരംഭിക്കാമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമേ. സഭയോടും പരസ്പരം ചേർന്നിരുന്നു നന്മയുള്ള പ്രവൃത്തികളും പ്രാർത്ഥനയുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, ഇൻ ജീസസ് നെയിം.